നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 14, 2025 ചൊവ്വ. അങ്ങനെ നമ്മളിന്ന് ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിൽ നിഫ്റ്റിയുടെ എക്സ്പയറിലേക്ക് പ്രവേശിക്കുകയാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ സെപ്റ്റംബർ മാസത്തെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. 8 വർഷത്തിന് ശേഷം ഏറ്റവും മികച്ച CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്നലെ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായത്. അതുകൂടാതെ ഇന്നലെ ചൈനയിൽ നിന്നും റിലീസ് ചെയ്ത അവരുടെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ചൈന US ട്രേഡ് ടെൻഷൻസിലുണ്ടായ വർധനവിനെ തുടർന്ന് തുടർച്ചയായി 2 ദിവസങ്ങളിലായിട്ട് നേട്ടത്തിലായിരുന്ന ഇന്ത്യൻ മാർക്കറ്റിന് ഇന്നലെ നേരെ നഷ്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരികയുണ്ടായി. റിക്കവറി നടത്തുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും എങ്കിലും ഇന്നലെ പതിവിന് വിപരീതമായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 240 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2333.42 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്നലെ നിഫ്റ്റിക്ക് 25,150, 25,200 എന്നീ ലെവലുകൾ നിലനിർത്തുവാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ലെവലുകളും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. ഇനി അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ 2 ലെവലുകളും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അതേസമയം നിഫ്റ്റിക്ക് ഇന്ന് 25,150, 25,200 എന്നീ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് മുകളിലോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,400, 25,500 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. അതേസമയം 25,500 എന്ന ലെവൽ അതിശക്തമായി മറികടക്കുവാൻ നിഫ്റ്റിക്ക് സാധിക്കുകയാണെങ്കിൽ ജൂൺ മാസത്തെ സ്വിംഗ് ഹൈ ആയ 25,670 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ എക്സ്പേർട്ടുകളുടെ അനലിസ്റ്റുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ജൂൺ 2017 ശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്നലെ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുകയുണ്ടായത്. മാത്രമല്ല GST കട്ടിനെ തുടർന്ന് ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഓഗസ്റ്റ് മാസം 2.07% നിന്നും സെപ്റ്റംബർ മാസം 1.54% റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. അതുകൂടാതെ ഇന്ന് ഇന്ത്യയുടെ സെപ്റ്റംബർ മാസത്തെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ ഒരു ഡാറ്റയും ഇന്ന് കീനായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നലെ ചൈനയിൽ നിന്നും റിലീസ് ചെയ്ത സെപ്റ്റംബർ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റ മാർക്കറ്റ് ഫോർകാസ്റ്റിനെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് $90.45 ബില്യൺ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. അതേസമയം ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് $98.96 ബില്യൺ ആയിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ NAB ബിസിനസ് കോൺഫിഡൻസ് ഡാറ്റ, അതുകൂടാതെ RBI മീറ്റിംഗ് മിനിറ്റ്സും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. രാവിലെ 11:30 UK നിന്നും ഓഗസ്റ്റ് മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് 2:30 ജർമ്മനിയിൽ നിന്നും ഒക്ടോബർ മാസത്തെ ഇക്കണോമിക്സ് സെന്റിമെന്റ്സ് ഇൻഡെക്സ് ഡാറ്റയും റിലീസ് ചെയ്യപ്പെടും. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്നും ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് ഇന്ന് നടക്കാനിരിക്കുന്നു രാത്രി 9:30. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇന്നലെ എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇൻഫോസിസ്, വിപ്രോ ADRകൾക്ക് 1% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റുകൾ വെള്ളിയാഴ്ചത്തെ പുൾ ബാക്കിൽ നിന്നും ശക്തമായ റീബൗണ്ട് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്.
തൽഫലമായി S&P 500-ന് 1.5%-ന്റെയും നാസ്ഡാക്കിന് 2%-ലേറെ നേട്ടവും കൈവരിക്കുവാനുമായി. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 67 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെ നഷ്ടത്തോടുകൂടിയും അതേസമയം കൊറിയൻ മാർക്കറ്റ് 1%-ലേറെ നേട്ടത്തോടുകൂടിയും വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ നിലവിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് $4131 എത്തിച്ചേരുകയുണ്ടായി. എങ്കിലും നിലവിൽ ഗോൾഡിന്റെ വിലയിൽ $7 ഇടിവാണ് അനുഭവപ്പെടുന്നത്. ടെക് മഹേന്ദ്ര, ICIC ലംബോർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ICIC പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, ആദിത്യ ബിർള മണി, സൈൻ DLM, GTPL ഹാത്വേ, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ലീല പാലസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, തൈറോകെയർ ടെക്നോളജീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ അവയുടെ ക്വാർട്ടർ ടു ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.03 എന്ന നിലയിലും മാക്സ് പെയിൻ 25,200 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ നേരിയ ഇടിവുണ്ടായെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. വോൾട്ടാലിറ്റി നിലനിന്നെങ്കിലും സ്ട്രോങ് റിക്കവറിയെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. RSIയും 58.5 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,300 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 25,200 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.1 എന്ന നിലയിലും മാക്സ് പെയിൻ 56,400 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയും നിലവിൽ അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് 15 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. മാത്രമല്ല ഹയർ ലെവൽസിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുമ്പോഴും സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. അതേസമയം RSI 66.9 എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക്നോളജീസ് ക്വാർട്ടർ ടു റിസൾട്ട് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിട്ട് 4,235 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. അതേസമയം റവന്യൂവിൽ 10.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 28,862 കോടി രൂപയിൽ നിന്നും 31,942 കോടി രൂപയായി ഉയർന്നു. ജസ്റ്റ് ഡയൽ ക്വാർട്ടർ ടു റിസൾട്ടിൽ പ്രോഫിറ്റിൽ 22.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 154.1 കോടി രൂപയിൽ നിന്നും 119.4 കോടി രൂപയായി ചുരുങ്ങി. അതേസമയം റവന്യൂവില് 6.4% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ അതർ ഇൻകത്തില് 35% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ആനന്ദരഥി വെൽത്ത് പ്രോഫിറ്റിൽ 30.9% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 76.3 കോടി രൂപയിൽ നിന്നും 99.9 കോടി രൂപയായി വളർന്നു. റവന്യൂവിലും 22.6% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൂടാതെ 6 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ലാൻഡ്മാർക്ക് കാർസ് ക്വാർട്ടർ ടു ബിസിനസ് അപ്ഡേറ്റില് ടോട്ടൽ റവന്യൂവില് 30.52% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം വാഹനങ്ങളുടെ സെയിൽസില് 35.03% വർധനവും രേഖപ്പെടുത്തി. RBL ബാങ്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം UAE ലീഡിംഗ് ബാങ്കായ എമിറേറ്റ്സ് NBD RBL ബാങ്കിലുള്ള 51% വരുന്ന സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാനായിട്ടുള്ള ഡിസ്കഷൻ
തുടങ്ങി എന്നുള്ള വാർത്തകൾ. KEC ഇന്റർനാഷണൽ ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമായിട്ട് ട്രാൻസ്മിഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊജക്ട്സുമായി ബന്ധപ്പെട്ട് 1174 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ലോധ ഡെവലപ്പേഴ്സ് 499.61 കോടി രൂപ മുടക്കി ചൈതന്യ ബിലാവ എന്ന കമ്പനിയെ അക്വയർ ചെയ്തുകൊണ്ട് കമ്പനിയുടെ സബ്സിഡറി ആക്കി മാറ്റുകയുണ്ടായി. സോ ഈ ഒരു ഡീലിലൂടെ ലോധ ഡെവലപ്പേഴ്സ് 8.37 ഏക്കർ ഭൂമി ബംഗളൂരുവിൽ അക്വയർ ചെയ്യുകയുണ്ടായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.